വീട്ടിൽ എവിടെയൊക്കെയാണ് നമ്മൾ സ്മോക്ക് അലാംസ് സെറ്റ് ചെയ്യുന്നത്? ഈ സ്മോക്ക് അലാംസ് സെറ്റ് ചെയ്യുന്നതിന് വീടുകളിൽ, ഒറ്റപ്പെട്ട ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീടുകളിൽ 1 നിലയോ 2 നിലയോ 3 നിലയോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ സ്മോക്ക് അലാംസ് അല്ലെങ്കിൽ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് പ്ലേസ് ചെയ്യണമെന്നുള്ള നിയമം പറയുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. നമുക്ക് സ്മോക്ക് അലാം സെറ്റ് ചെയ്യാം, അതിനൊരു പാനൽ ബോർഡ് വയ്ക്കാം, ആ പാനൽ നമ്മുടെ മൊബൈലും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാം. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്മോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പുകയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇത് ഡിറ്റക്റ്റ് ചെയ്യും, നമ്മളെ അറിയിക്കും. അത് ക്ലൗഡിൽ അത് ഇരിക്കും. അത് നമ്മളെ എത്ര മൊബൈൽ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ നമുക്ക് അറിയാനൊക്കെ പറ്റും. അതിനുള്ള സംവിധാനമുണ്ട്. അത് കിച്ചൺ ബാത്റൂമൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉയരം കൂടിയ പോയിന്റുകളിൽ ഒരു 10-30 സ്ക്വയർ മീറ്ററിൽ ഒരെണ്ണം വീതം, അത്രയും മതി. അത്രയും ഗ്യാപ്പിൽ ഒരു റൂമിൽ ഒരെണ്ണം, എല്ലാ ബെഡ്റൂമുകളിലും വെക്കുക, കോമൺ ഏരിയയിൽ വെക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓരോ അലാം വെക്കുന്നത് സേഫ്റ്റിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പം കുട്ടികളും മുതിർന്നവരൊക്കെ പ്രായമായവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇപ്പം തീപിടുത്തമൊക്കെ ഉണ്ടായാൽ അവരെ രക്ഷിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിപ്പോൾ ഈ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ട വീടുകളാണെങ്കിൽ അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ വലിയ വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ സിറ്റികളിലൊക്കെ ഫ്ലാറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫയർ ആകട്ടെ, മറ്റെന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകട്ടെ, ഒരു എമർജൻസി ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ എപ്രകാരമാണ് അതിൽ നിന്ന് വെളിയിൽ കടക്കേണ്ടത് എന്നുള്ളത്. കാര്യം ഈ നമ്മൾ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് 3 tier-ആണ്. ഫസ്റ്റ് ജീവനാണ് പ്രയോറിറ്റി, അല്ലേ? ദെൻ പ്രോപ്പർട്ടീസ്, ദെൻ എൻവയോൺമെൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഈ സേവിങ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ജീവൻ രക്ഷപ്പെടുത്തണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവാക്യുവേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇവാക്യുവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ ബിൽഡിങ്ങുകളിലും അതിപ്രധാനമാണ്. അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അത് അവിടുത്തെ ഒക്യുപ്പൻസ് തന്നെ, താമസക്കാർ തന്നെ once in every 3 months or 6 months ഈ ഫയർ ആൻഡ് റെസ്ക്യൂ പേഴ്സണലിൻ്റെ മേൽനോട്ടത്തിൽ, അവരുടെ ഒരു സൂപ്പർവിഷനിൽ ചെയ്യണം. അപ്പോൾ അവരതിനകത്തുള്ള അപാകതകളും ചെയ്തതിലുള്ള തെറ്റുകളും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും ഓരോ പ്രാവശ്യം ചെയ്യുന്തോറും അത് കറക്റ്റായി വരികയും അതിലൂടെ ഒരു സേഫ്റ്റി അവബോധം ആളുകൾക്കുണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ ഓരോ ഫ്ലോറിലും ഓരോ എമർജൻസി പ്ലാൻ വയ്ക്കുക എന്നുള്ളതാണ്. എമർജൻസി പ്ലാൻ എന്ന് പറയുന്നത് ആ ഫ്ലോറിൻ്റെ ഒരു ഏകദേശ പ്ലാനാണ്. അതിലെവിടെയാണ് കോമൺ കോറിഡോർ, അതാണല്ലോ നമുക്ക് ഒരു എമർജൻസി ഒരു പാസേജ് എന്ന് പറയുന്നത്. അതാണല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാവുന്നൊരു വഴിയാണ് ഒരു കോമൺ കോറിഡോർ എന്ന് പറയുന്നത്. അതിൽ എവിടേക്കാണ് എക്സിറ്റ്? ഒരു കോറിഡോറിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പുറത്ത് കിടക്കണമെങ്കിൽ എക്സിറ്റ് എവിടെയാണ്? ഇതെല്ലാം നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കണം? എഴുതി വച്ചിരിക്കണം. ആ എഴുതി വെക്കുന്ന ആ ബോർഡിന് കറണ്ട് പോയാലും അത് തെളിഞ്ഞ് കാണത്തക്ക രീതിയിലുള്ള ബാറ്ററി UPS ബാക്കപ്പോട് കൂടിയിട്ടുള്ള വെളിച്ച സംവിധാനങ്ങളുണ്ടാകണം. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അത് കറണ്ട് ഡയറക്റ്റ് ചെയ്യണം. ഡയറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലുള്ള ചലഞ്ചറായ, ഫിസിക്കലി മെൻ്റലി ചലഞ്ചറായ ആളുകളുണ്ടാകാം, പ്രഗ്നൻ്റ് ലേഡീസ് ഉണ്ടാകാം, മറ്റെന്തെങ്കിലും രോഗികളുണ്ടാകാം, വൃദ്ധരുണ്ടാകാം, തീരെ കുട്ടികളുണ്ടാകാം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഇവാക്യുവേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് നടത്തി ശീലിക്കണം. അവർ തന്നെ ശീലിക്കണം. അതിനുള്ളൊരു ട്രെയിനിങ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. അതുതന്നെയാണ് അതിൻ്റെ മാർഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ എമർജൻസി എക്സിറ്റുകൾ, എമർജൻസി പാസേജ് കോറിഡോറുകൾ പരിചയപ്പെടുക, എമർജൻസി പ്ലാൻ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കുക, ഈ ഡ്രില്ല് നടത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക, അത് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ പേഴ്സണൽസിൻ്റെ സൂപ്പർവിഷനിൽ ചെയ്ത് ശീലിക്കുക, എന്നൊക്കെയാണ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫ്ലാറ്റുകളുടെ കാര്യം പറയുമ്പോൾ നേരത്തെ നമ്മൾ ഗ്യാസ് സിലിണ്ടറിൻ്റെത് പുറത്തേക്ക് വെക്കുന്ന കാര്യം പറയില്ല. അപ്പോൾ അത് ഫ്ലാറ്റിൽ ചിലപ്പോൾ പോസിബിൾ ആകില്ല. ഫ്ലാറ്റിൽ മാത്രമല്ല, ഇപ്പോൾ ചെറിയ വീടൊക്കെ ആണെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ക്വാർട്ടേഴ്സ് പോലെയൊക്കെ താമസിക്കുന്നിടത്തും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീടുകളിൽ ഇതിന് ബുദ്ധിമുട്ടില്ല. അടുക്കളയുടെ ചുവരിൻ്റെ തൊട്ട് വെളിയിൽ ഒരു ചെറിയ കേജ് ഉണ്ടാക്കുക. അത് പെർമനൻ്റ് ആണ്. ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അവിടെ ഈ ഒരു സിലിണ്ടർ വെക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ വെച്ചിട്ട് അതിനകത്തോട്ട് ചുമര് തുളച്ച് ഒരു പൈപ്പ് ഇട്ട് കൊടുത്താൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനത്ര വലിയൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ മറ്റുള്ള ബ്യൂട്ടിഫിക്കേഷനൊക്കെ എത്ര കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്.
അല്ലേ? നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ വിവിധ തലങ്ങളിൽ എന്തെല്ലാം രീതിയിൽ പണം മുടക്കുന്നു. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഫ്ലാറ്റുകൾ ഇപ്പോൾ മീൻസ് കുറച്ച് വർഷങ്ങളായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റുകളിൽ ഈ LPG ബാങ്കാണ് ശരിക്കും. ഇൻഡിവിജ്വലി ഓരോ ഫ്ലാറ്റുകളിലേക്കും LPG സിലിണ്ടർ കൊണ്ടുപോകാൻ കഴിയില്ല. LPG സിലിണ്ടർ എല്ലാം കൂടെ ഒന്നിച്ച് മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് മാറി ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കി അതിനകത്ത് വെച്ചിട്ട് അത് റെഗുലേറ്ററുകളിലൂടെ കൃത്യമായ ഒരു കോമൺ കണക്ടർ പൈപ്പ് ലൈൻ ഓടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ക്വാർട്ടറുകളിലേക്കും അല്ലെങ്കിൽ എല്ലാ ഫ്ലാറ്റുകളിലേക്കും അത് എത്തിച്ചേരുന്ന ഒരു ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനമുണ്ട്. അതിന് കുറേ സേഫ്റ്റി നോംസ് ഉണ്ട്. അതിന് ഡിറ്റക്റ്റിംഗ് സംവിധാനങ്ങൾ, ലീക്ക് ഡിറ്റക്റ്റിംഗ് സംവിധാനങ്ങളുണ്ട്, അലാം സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഫ്ലാറ്റ് പോലെയുള്ള സമുച്ചയങ്ങളിലാണെന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടില്ല. ഒറ്റപ്പെട്ട വീടുകളിലാണ് ആളുകൾക്ക് ഇപ്പോഴും അത് വേണോ എന്നൊരു തോന്നലുള്ളത്. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വേണ്ടതാണ്. കാരണം ഗ്യാസ് അപകടകാരിയാണ്. ഈ ഗ്യാസിൻ്റെ പ്രശ്നം, ഗ്യാസ് LPG ലീക്കായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വായുവിൽ അലിഞ്ഞു പോവില്ല. അതിന് വായുവിൻ്റെ ഇരട്ടി ഡെൻസിറ്റിയാണ്. അപ്പോൾ അത് താഴെ തങ്ങിക്കിടക്കും. ഇപ്പം അന്തരീക്ഷ വായു കുറച്ച് ഡസ്റ്റിയാണ്, അല്ലെങ്കിൽ കുറച്ച് ഒരു പുകയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മൂടൽ മഞ്ഞൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് അതിൽ തന്നെ ക്ലിങ് ചെയ്തിട്ട് താഴെ തന്നെ അടിഞ്ഞു കിടക്കും. ഒരു ക്ലൗഡ് ഫോം ഉണ്ടാവും. അതെപ്പോൾ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയാൽ കത്താം. അപ്പോൾ അത് നേരെ മറിച്ച് ഇപ്പോൾ നമുക്ക് LNG ഒക്കെ വരുന്നുണ്ടല്ലോ, നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ വരുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസിന് ഈ പ്രശ്നമില്ല. നാച്ചുറൽ ഗ്യാസ് മീഥെയിൻ മാത്രമാണ്. അതിൻ്റെ മേജർ കണ്ടന്റ് മീഥെയിനാണ്. മീഥെയിന് ഡെൻസിറ്റി കുറവാണ്, ഭാരം കുറവാണ്. അത് നേരെ മേലോട്ടങ്ങ് പോയിക്കോളും. അപ്പം ഇതങ്ങനെയല്ല, ഇത് ഭാരം കൂടുതലായതുകൊണ്ട് താഴെ കിടക്കും. അതുകൊണ്ടാണ് ഈ LPG കൂടുതൽ അപകടകാരിയാണെന്ന് പറയുന്നത്. ഇത് രണ്ടും, LPGയും LNGയും രണ്ടും കത്തുമ്പോൾ നമുക്ക് പുറത്തു തരുന്ന ഹീറ്റിന്റെ അളവ് രണ്ടും ഒരുപോലെയാണ്. രണ്ടിനും കാലറിഫിക് വാല്യൂ രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷേ LPG കുറച്ചുകൂടെ അപകടകാരിയാണ്. അതിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ട് ഗ്യാസ് ബാങ്കുകൾ ചെയ്യുക, ഗ്യാസ് സിലിണ്ടർ കേജ് വെളിയിൽ പണിയുക, അതൊക്കെ അതിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്.